വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബയോളജി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ 43rd ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ സെക്ഷൻ. അപ്പോൾ നമുക്ക് 44th ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് എ ഡയറി കൗ പ്രൊഡ്യൂസ്ഡ് ഹാഫ് ഓഫ് ഇറ്റ്സ് ലാക്ടേഷൻ ഈൽഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഡാഷ് ഡേയ്സ് ഓഫ് ഇറ്റ്സ് ലാക്ടേഷൻ പീരീഡ്. ഓപ്ഷൻ എ 50 days, ഓപ്ഷൻ ബി 80 days, ഓപ്ഷൻ സി 100 days, ഓപ്ഷൻ ഡി 120 days. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 120 days ആണ് അല്ലേ. അപ്പം ഫസ്റ്റ് 120 daysലാണ് മാക്സിമം ഈൽഡ് കിട്ടുന്നത്. ലാക്ടേഷൻ്റെ ഈൽഡ് ഏറ്റവും ഹൈ എന്ന് പറയുന്നത് ഫസ്റ്റ് 120 days ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു PFA റൂൾ ബഫലോ മിൽക്ക് ഷുഡ് കണ്ടെയ്ൻ നോട്ട് ലെസ് ദാൻ എ. ഓപ്ഷൻ എ 3.5% ഫാറ്റ് ആൻഡ് 8.5% SNF. ഓപ്ഷൻ ബി 4% ഫാറ്റ് and 8% SNF. Option C 5% fat and 9% SNF. Option D none of the above. ഇപ്പോൾ ബഫലോ മിൽക്കിൻ്റെ ഫാറ്റും SNFും പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 5% ഫാറ്റും 9% SNFും കണ്ടിരിക്കണം. അപ്പോൾ ബഫലോ മിൽക്ക് വെൻ കമ്പയർഡ് ടു കൗ മിൽക്ക് എന്താണ്, ഫാറ്റ് പെർസെൻറ്റേജ് കൂടിയുള്ള മിൽക്കാണ്. കൗ മിൽക്കിൽ ഏകദേശം 3.5% ആണ് ഫാറ്റ് പെർസെൻറ്റേജ്, SNF 8.5% ആണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ബഫലോ മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5%, SNF എന്ന് പറയുന്നത് 9% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, pH ഓഫ് ഫ്രഷ് മിൽക്ക് ഈസ്. ഫ്രഷ് മിൽക്കിൻ്റെ pH എത്രയാണ്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 6.5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 7.5. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 6.5 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഫ്രഷ് മിൽക്ക് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി അസിഡിക് ആണ്. 6.5 ആണ് pH. അടുത്ത ക്വസ്റ്റ്യൻ, the whiteness of the milk is contributed by. The whiteness of the milk is contributed by. Option A casein, option B lactalbumin, option C lactoglobulin, option D none of the above. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേസീൻ ആണ്. കേസീൻ ആണ് മിൽക്കിന് വൈറ്റ് കളർ കൊടുക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 48, മിൽക്ക് ഷുഗർ ലാക്ടോസ് ഈസ് ഫോംഡ് ബൈ. ലാക്ടോസ് ഫോം ചെയ്യുന്ന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. 1 molecule ഗാലക്ടോസും 1 molecule ഗ്ലൂക്കോസും. ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നിട്ടാണ് ലാക്ടോസ് ഉണ്ടാകുന്നത്. രണ്ടും 1 molecule വീതമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് ഈസ്. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 0.55 degree ആണ് ആവറേജ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് എടുത്തപ്പോൾ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. അതും ഞാൻ പറഞ്ഞതാണ്. എത്രയാണ്? 1.032 ആണ് ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. ഇത് രണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ ആൻഡ് ടൈം ഫോർ HTST പാസ്ചറൈസേഷൻ മെത്തേഡിൽ ടെമ്പറേച്ചറും ടൈമും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ, ഷോർട്ട് ടൈമാണ് അല്ലേ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതാണ്? 72ഉം 15 സെക്കൻഡും ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ദ അസെപ്റ്റിക് പാക്കേജിംഗ് ടെക്നിക് അണ്ടർ വിച്ച് മിൽക്ക് ക്യാൻ ബി കെപ്റ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ മെനി വീക്സ്. ഓപ്ഷൻ എ വാക്വം പാക്കിംഗ്, ഓപ്ഷൻ ബി പോളിത്തീൻ പാക്കിംഗ്, ഓപ്ഷൻ സി ടെട്രാ പാക്കിംഗ്, ഓപ്ഷൻ ഡി പേപ്പർ പാക്കിംഗ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, ഏത് അസെപ്റ്റിക് പാക്കിംഗ് ടെക്നിക്കിലാണ് നമുക്ക് മിൽക്ക് റൂം ടെമ്പറേച്ചറിൽ കുറേ വീക്സ് വെക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ടെട്രാ പാക്കിംഗ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫാറ്റ് കണ്ടൻറ് ഓഫ് ബട്ടർ ഷുഡ് ബി. എത്ര ആയിരിക്കണം? ഇന്നലെയും പറഞ്ഞിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ബട്ടറിലെ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 80% ആയിരിക്കണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ആസിഡ് ദാറ്റ് ഈസ് ആഡഡ് ടു കോയാഗുലേറ്റ് മിൽക്ക് ടു മേക്ക് പനീർ ഈസ്. അപ്പം പനീർ പനീർ മാനുഫാക്ചറിൽ ഞാൻ പറഞ്ഞിരുന്നു, പനീർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആസിഡ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫാറ്റ് കണ്ടന്റ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ആൻഡ് ടോൺഡ് മിൽക്ക് ഈസ്. സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിൻ്റെയും ടോൺഡ് മിൽക്കിൻ്റെയും ഫാറ്റ് കണ്ടന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 4.5 and 3%, ഓപ്ഷൻ ബി 4.9 and 2.5%, ഓപ്ഷൻ സി 5.1 and 4.2%,
ഓപ്ഷൻ ഡി 1 and 3%. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് 4.5 ആണ്. ടോൺഡ് മിൽക്കിൻ്റെ ആണെങ്കിൽ 3% ആണ്. ഡബിൾ ടോൺഡ് മിൽക്കിൻ്റെ ആണെങ്കിൽ 1.5% ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് കാറ്റിൽ ഈസ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ചോദിച്ചിട്ടുണ്ട്, ബോഡി ടെമ്പറേച്ചറും ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പം ഡിഗ്രി സെൽഷ്യസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഫാരൻഹീറ്റിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ എ 35.6 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 36.6 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 37.6 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 38.6 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരുവാണെങ്കിൽ നമുക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 38.6 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ടെമ്പറേച്ചർ ഓഫ് കാറ്റിൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബാക്ടീരിയൽ ഡിസീസ്? ബാക്ടീരിയൽ ഡിസീസ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന വൈറസ് ഡിസീസാണ്. ബാക്കിയെല്ലാം തന്നെ ബാക്ടീരിയൽ ഡിസീസാണ്. ബ്രൂസെല്ലോസിസ്, ആന്ത്രാക്സ്, ഹെമറേജിക് സെപ്റ്റിസീമി എല്ലാം തന്നെ ബാക്ടീരിയൽ ഡിസീസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻസ് ലീഡ്സ് ടു ന്യൂട്രീഷണൽ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി? ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവുന്ന ഇത് ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും ആവശ്യമുള്ള, റീപ്രൊഡക്ഷനും ഏറ്റവും അത്യാവശ്യമുള്ളത് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് അല്ലേ. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ആണ് വേണ്ടത്. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എ ആൻഡ് വൈറ്റമിൻ ഇയും ഇയും ആണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ഫോർ മിക്സിംഗ് ഓഫ് കൗ ആൻഡ് ബഫലോ മിൽക്ക് ഈസ്? അപ്പം കൗ മിൽക്കും ബഫലോ മിൽക്കും മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ്. ഓപ്ഷൻ എ സെഡിമെൻറ്റേഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി ഹെൻസ ടെസ്റ്റ്, ഓപ്ഷൻ സി കോബ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ആലിസറിൻ ടെസ്റ്റ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ഹെൻസ ടെസ്റ്റിലാണ് കൗ മിൽക്കും ബഫലോ മിൽക്കും മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മിൽക്ക് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഏത് മിനറലാണ്, അയണാണ് ഇതിനകത്ത് എന്താണ് മിൽക്കിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി കാൽസ്യം, ഓപ്ഷൻ ഡി പൊട്ടാസ്യം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അയൺ ആണ്. മിൽക്കിൽ ഇല്ലാത്തൊരു ഏതാണ് എലമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അയൺ ആണ് ഇല്ലാത്തത്. ഓക്കെ, കാൽസ്യം ഉണ്ടെന്നറിയാം നമുക്ക്, കോപ്പറും പൊട്ടാസ്യം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പൾസസ് ഇൻ ദ ഹാർട്ട് ആർ ജനറേറ്റഡ് ബൈ ദ? അപ്പം ഹാർട്ടിലുള്ള ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഏതാരാണ്? എസ് എ നോഡാണ് അല്ലേ. എ വി നോഡല്ല, എസ് എ നോഡാണ്. സൈനോ ഏട്രിയൽ നോഡാണ്. അതുപോലെ അത് തന്നെയാണ് ഹാർട്ടിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നതും എസ് എ നോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സനോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഡാഷ് ഇൻ പ്ലാന്റ്സ്? ഓക്സനോമീറ്റർ എന്തിനാണ് പ്ലാന്റ്സിൽ? ഓപ്ഷൻ എ ഫോട്ടോസിന്തസിസ്, ഓപ്ഷൻ ബി ഗ്രോത്ത്, ഓപ്ഷൻ സി മൂവ്മെൻറ്റ്സ്, ഓപ്ഷൻ ഡി ഓക്സിൻ കോൺസെൻട്രേഷൻ. ഇപ്പോൾ എന്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് ഓക്സനോമീറ്റർ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഗ്രോത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്സനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ടേം യൂസ്ഡ് ഫോർ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്? സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ആണ്. യൂണിസെല്ലുലാർ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹീമോഗ്ലോബിൻ ഈസ് നോട്ട് ദ ഓക്സിജൻ ക്യാരിയിങ് പിഗ്മെൻറ്റ്? അപ്പോൾ ഏത് ഓർഗാനിസത്തിലാണ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരിയിങ് പിഗ്മെൻറ്റ് അല്ലാത്തത്? മാനിലാണെന്നറിയാം അല്ലേ. പിന്നെ ഇൻസെക്ട്സ്, പ്രോൺസ്, ഫ്രോഗ്, ഇതിലേതാണ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരിയിങ് പിഗ്മെൻറ്റ് അല്ലാത്തത്? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഇൻസെക്റ്റിലാണ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരിയിങ് പിഗ്മെൻറ്റ് അല്ലാതെ വർക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ് ഒക്കേഴ്സ് ഇൻ? ഓപ്ഷൻ എ കാപ്പിലറീസ് വിത്തിൻ ദ വിലൈ, ഓപ്ഷൻ ബി ഇൻ ദ വാൾ ഓഫ് സ്റ്റൊമക്, ഓപ്ഷൻ സി കോളോൺ, ഓപ്ഷൻ ഡി ലിംഫ് വെസൽസ് വിത്തിൻ ദ വില്ലൈ. അപ്പോൾ എവിടെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ് നടക്കുന്നത്? എവിടെ വെച്ചെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതെവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്. ലിംഫ് വെസൽസ് ഇൻ ദ വില്ലയിലുള്ള ലിംഫ് വെസൽസിലാണ് അബ്സോർപ്ഷൻ ഓഫ് ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും ഒക്കെ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫില്ലോടാക്സി റെഫേഴ്സ് ടു? ഫില്ലോടാക്സി എന്ന് പറയുന്നത് എന്താണ്? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഈസ് കാൾഡ് ഫില്ലോടാക്സി.